ഹിജാബ് ധരിച്ച് കോളേജിലെത്തുന്നത് വിലക്കിയ നടപടി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. മുംബൈയിലെ NG ആചാര്യ DK മറാത്ത കോളേജിന്റെ വിവാദ ഉത്തരവിലാണ് നടപടി. നവംബർ 18 വരെയാണ് സ്റ്റേ ചെയ്തത്. പെൺകുട്ടികൾ പൊട്ടുകുത്തിയെത്തിയാൽ നിങ്ങൾ വിലക്കുമോ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ എന്താണ്? മുംബൈയിലെ സ്വകാര്യ കോളേജിന്റെ ഹിജാബ് നിരോധനം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. അജിയൻ ആചാര്യ ആൻഡ് DK മാർത്ത കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. ഹിജാബ് നിരോധനം ശരിവെച്ചുള്ള ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു മുസ്ലിം വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, സഞ്ജീവ് കുമാർ എന്നിവർ ഉൾപ്പെട്ട സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും ഇക്കാര്യത്തിൽ കോളേജ് കുട്ടികളെ നിർബന്ധിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കുട്ടികളുടെ മതം വെളിപ്പെടുമെന്നതിലാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നായിരുന്നു കോളേജിന്റെ വാദം. എന്നാൽ മതം വെളിപ്പെടുത്താനാവില്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. കുട്ടികളുടെ പേരുകളിലൂടെ മതം അറിയാൻ സാധിക്കും. ഇത് ഒഴിവാക്കാൻ പേരുകൾക്ക് പകരം നമ്പറുകൾ ഉപയോഗിക്കാൻ അവരെ നിർബന്ധിക്കുമോ എന്ന് കൂടി കോടതി ചോദിച്ചു. ഒപ്പം തന്നെ ആ പൊട്ടുകുത്തി എത്തുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അതിന് പ്രശ്നമില്ല എന്ന് കൂടി കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. 2008 മുതൽ നിലവിലുള്ള കോളേജ് ഹിജാബ് നിരോധിക്കാൻ ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ് എന്നുകൂടി കോടതി ചോദിക്കുകയുണ്ടായി. അടുത്ത മാസം 18 വരെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദം കേൾക്കുമെന്ന് കൂടി കോടതി അറിയിച്ചു. ശരി തൗഫീഖ്.